മരണത്തിന്റെ തലേ ദിവസം മണിക്കൊപ്പം കുടിച്ചവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന കുടുംബം. അസുഖമുണ്ട് എന്നറിഞ്ഞിട്ടും സുഹൃത്തുക്കൾ മണിയെ കുടിപ്പിച്ച് മനഃപൂർവ്വ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നുവെന്ന് സഹോദരൻ രാമകൃഷ്ണൻ പറഞ്ഞു. മണി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഭാര്യ നിമ്മി മാധ്യമങ്ങളോട് പറഞ്ഞു. കലാഭവൻ മണിയുടെ ആന്തരിക അവയവ പരിശോധനയിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് ബന്ധുക്കൾ കേട്ടത്. തങ്ങളുടെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഈ കണ്ടെത്തലുകൾ എന്നായിരുന്നു ബന്ധുക്കളുടെ പ്രതികരണം. മണിയുടേത് കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി സഹോദരൻ RLV രാമകൃഷ്ണൻ പറഞ്ഞു. ഒപ്പമുണ്ടായിരുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകും. സുഹൃത്തുക്കൾ അറിയാതെ കീടനാശിനി പാടിയിലെത്തില്ല. തലേ ദിവസം മുതൽ അവിടെ വന്ന് കയറിയത് ആരൊക്കെയാണ്, അവരെന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നു, അവരെന്തൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ ഈ ഒരു അംശം എൻ്റെ സഹോദരൻ്റെ ശരീരത്തിൽ മാത്രം എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള എല്ലാ അന്വേഷണങ്ങളും സത്യസന്ധമായ രീതിയിൽ നടത്തിക്കൊണ്ട് അവരെ ഇന്നു മുതൽ ഇപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ട് അവർ കുറ്റക്കാരാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണമെന്നാണ്. മണി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലായിരുന്നുവെന്ന് ഭാര്യ നിമ്മി പ്രതികരിച്ചു. കരൾ രോഗത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല, കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും നിമ്മി പറഞ്ഞു. അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഇരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ഇത്രയും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് വളർന്ന ആള്, പല സാഹചര്യങ്ങളും നേരിട്ട് വളർന്ന ആള്, അന്നൊക്കെ ഇത്ര ഇതായിട്ട് പിടിച്ചു നിൽക്കുന്ന ആള് ഇപ്പൊ എല്ലാ സൗഭാഗ്യം ദൈവം കൊടുക്കുമ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. തന്നെ അറിയിക്കാതെ തിടുക്കത്തിൽ മണിയെ ആശുപത്രിയിൽ കൊണ്ടുപോയതിലും തിരികെ എത്തി പാടി വൃത്തിയാക്കിയതിലും ദുരൂഹതയുണ്ടെന്നായിരുന്നു ഡ്രൈവർ പീറ്ററുടെ പ്രതികരണം. ബന്ധുക്കളുടെ സംശയങ്ങൾക്ക് ന്യായമുണ്ട്. പാടി വൃത്തിയാക്കാറുണ്ട്, പിറ്റേ ദിവസം ഇവർ വന്ന് എന്തിനാ കഴിയെന്ന് വെച്ചാൽ അതെനിക്കറിയില്ല. സംശയിക്കാവുന്ന കാര്യമാണ്. സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഇങ്ങനൊരു സാഹചര്യം നിൽക്കുന്നത് അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ സംശയിക്കാനുള്ള കാര്യമാണല്ലോ. ബന്ധുക്കളുടെ പരാതി ലഭിക്കുന്ന മുറയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് പോകുമെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം വിളിപ്പിച്ചേക്കും. റിപ്പോർട്ടർ, തൃശൂർ.